ഷമ സുരേഷ് ഗോപി മുകേഷിനെ ന്യായീകരിക്കുന്നു എന്നൊരു ആരോപണം ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലുണ്ട്. ഇന്ന് രാവിലെ സുരേഷ് ഗോപി ഒരു ബൈറ്റ് കൊടുത്തിരുന്നു മുകേഷിനെ കുറിച്ച് ചോദിച്ചപ്പോൾ. സത്യം പറഞ്ഞാൽ സുരേഷ് ഗോപി മാധ്യമങ്ങളെയാണ് ആട്ടിവിട്ടത്. പക്ഷേ അതിപ്പോൾ ആരോപണമായിട്ട് വന്നിരിക്കുന്നത് മുകേഷിനെ സുരേഷ് ഗോപി ന്യായീകരിക്കുന്നു എന്നുള്ളതാണ്. മുകേഷിൻ്റെ കാര്യങ്ങളെല്ലാം കോടതി സർക്കാരിന് യുവതിക്ക് പരാതി ഉണ്ടെങ്കിൽ സർക്കാരിനെ അറിയിക്കുക, പോലീസിനെ അറിയിക്കുക, കോടതിയിൽ പോകും. നിങ്ങളെക്കാട്ടിലും ബുദ്ധിയും ശക്തിയും ഉള്ള ആൾക്കാർ തന്നെയാണ് കോടതിയിൽ ഇരിക്കുന്നത് എന്നാണ് സുരേഷ് ഗോപി പറഞ്ഞത്. സുരേഷ് ഗോപി മുകേഷിനെ ന്യായീകരിക്കുകയാണോ? ന്യായീകരിച്ചാൽ വെളുക്കുമോ മുകേഷിനെ? ആരും ന്യായീകരിക്കാൻ പാടില്ല. ആരും ന്യായീകരിക്കാൻ പാടില്ല. ന്യായീകരിക്കുന്നതിൻ്റെ ഒരു വശത്ത് പോലും പോയി നിൽക്കാൻ പാടില്ല. അവരുടെ ആൾക്കാർ പോലും അദ്ദേഹത്തെ ന്യായീകരിക്കുന്നില്ല. അവരുടെ ആൾക്കാർ ആര് ന്യായീകരിക്കുന്നു? ഒളിഞ്ഞും തെളിഞ്ഞുമെങ്കിലും ഈ പറയുന്ന പോലെ പുറകിലൂടെ ഒക്കെ വന്ന് എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് പോകുമെന്നല്ലാതെ രഞ്ജിത്തിനെ ന്യായീകരിച്ചതിൻ്റെ ആ വശത്ത് പോലും നിന്ന് മുകേഷിനെ അവരാരും ന്യായീകരിക്കാൻ നിൽക്കുന്നില്ല. അത് കോടതി തീരുമാനിക്കും, അല്ലെങ്കിൽ കോടതി കിടക്കുന്ന കാര്യമാണ്, അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞ് അങ്ങോട്ടും അങ്ങും ഇങ്ങും തൊടാതെ പോകുന്നു എന്നല്ലാതെ അവരുടെ പാർട്ടിക്കകത്ത് നിൽക്കുന്നവർ പോലും ന്യായീകരിക്കാൻ തയ്യാറാവുന്നില്ല. ആരും ന്യായീകരിക്കുന്നില്ല അവരുടെ പാർട്ടിക്കാർ. അവിടെ ഇവിടെയും തൊടാതെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു പോകുന്നു എന്നല്ലാതെ അവരാരും ന്യായീകരിക്കാൻ നിൽക്കുന്നില്ല. ആ ഘട്ടത്തിൽ സുരേഷ് ഗോപിയെ പോലൊരു മനുഷ്യൻ ഒരു കാരണവശാലും ഇദ്ദേഹത്തിനെ ന്യായീകരിക്കാൻ പാടില്ല. ന്യായീകരിച്ചു എന്ന് ഞാനും പറയുന്നില്ല. അദ്ദേഹത്തിൻ്റെ ഓഫീസിന് മുന്നിൽ രാവിലെ മീഡിയക്കാരെല്ലാം കൂടെ കൂട്ടത്തോടെ അവിടെ ചെന്നു. അവിടെ ചെന്നിട്ട് പറഞ്ഞു മുകേഷിനെ കുറിച്ച് മുകേഷ് MLA സ്ഥാനം രാജിവെക്കണ്ടേ എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ സുരേഷ് ഗോപി പറഞ്ഞു ഇത് കോടതിയിൽ കിടക്കുന്ന കാര്യമാണ്, കോടതി തീരുമാനിക്കട്ടെ. എൻ്റെ ഓഫീസിൻ്റെ മുന്നിൽ വന്നതെന്ന് എന്നോട് ചോദിക്കുമ്പോൾ എൻ്റെ ഓഫീസിലെ കാര്യങ്ങൾ ആയി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചോദിക്കണം. ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴാണെങ്കിൽ വീട്ടിന് മുന്നിൽ വന്ന് എന്നോട് ചോദിക്കണം. വീട്ടിലെ കാര്യങ്ങളല്ലോ നിങ്ങൾ ചോദിക്കണം. നിങ്ങൾ തമ്മിലടിപ്പിച്ച് അത് പറഞ്ഞതിലാണ് എല്ലാവരും കയറി. അതൊരു വല്ലാത്ത പോയിന്റ് ആയിരുന്നു. അത് പറയാൻ പാടില്ലായിരുന്നു. തമ്മിലടിപ്പിച്ച് ചോര കുടിക്കാൻ ശ്രമിക്കുകയാണ് നിങ്ങൾ ഇതുകൊണ്ട് കാശുണ്ടാക്കുകയാണ്. ഒരു രസത്തിൽ നോക്കിയാൽ അത് ശരിയാണ്. തമ്മിൽ പിന്നെ എന്താ പറയുക, കാശുണ്ടാക്കി റേറ്റിംഗ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അവരവിടെ കിടന്ന് ഈ പറയുന്ന എല്ലാ അഭ്യാസങ്ങളും എല്ലാം. ഇന്നൊരു ആരോപണം വന്നിട്ടുണ്ട് കേട്ടോ. ഒരു സ്ത്രീയുടെ അമ്മയെ കയറി പിടിച്ചെന്ന് പറഞ്ഞു. അമ്മയും പെങ്ങളെയും പോലും തിരിച്ചറിഞ്ഞുകൂടാത്ത ഒരുത്തനായിരുന്നല്ലോ ഇതെന്നാണ് നാട്ടുകാർ മൊത്തം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ, ഇദ്ദേഹത്തിൻ്റെ കുറേ കഥകൾ, ഇദ്ദേഹത്തിൻ്റെ കഥകൾ കേട്ട് കഴിഞ്ഞാൽ ഞെട്ടിപ്പോകും. ഇദ്ദേഹം ഒരു എന്താ പറയുക, ഒരു അബ്യൂസറാണ്. സെക്ഷൽ അബ്യൂസ്, സെക്ഷൽ മേനിയാക്ക് എന്നൊക്കെ പറയാം. അതെ അതെ, അദ്ദേഹം മുട്ടാത്ത ഒരു കഥകളും ഇല്ല എന്നാണ്. ഇന്നലെ നമ്മൾ സംസാരിച്ച ശേഷം ഇന്നലെ എന്നോട് സംസാരിച്ച പിന്നെ പ്രൊഡക്ഷനിലെ അദ്ദേഹത്തിൻ്റെ ആ മനുഷ്യനിൽ നിന്നും വേറൊരു സുഹൃത്ത് നമ്പർ മേടിച്ച് എന്നെ എന്നോട് വിളിച്ചപ്പോൾ അത് ആദ്യമേ എന്നോട് പറഞ്ഞതൊന്നും റെക്കോർഡ് ചെയ്യരുതെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞ റെക്കോർഡ് ചെയ്യേണ്ട കാര്യമല്ലോ, ഓഫ് റെക്കോർഡായിട്ട് നിങ്ങൾക്ക് പറയുന്ന കാര്യം നമ്മൾ കേൾക്കും. അങ്ങനെ ഓഫ് റെക്കോർഡ് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ ജോലി നടക്കും. ഇവിടെ നമുക്ക് ഒരു സാധനം പറഞ്ഞു തരുന്ന, വിവരം തരുന്ന ഒരാളെ കുറിച്ച് നമ്മൾ വന്നിരുന്നു പറഞ്ഞാൽ ഇദ്ദേഹമാണ് എന്നോട് ഈ കാര്യം പറഞ്ഞത് എന്ന് പറയാൻ പറ്റില്ലല്ലോ. അദ്ദേഹം എന്നോട് പറഞ്ഞത് അദ്ദേഹം മുട്ടാത്ത കഥകളൊന്നുമില്ലെന്ന്. മുട്ടാത്ത കഥകളൊന്നുമില്ല. നടിമാരുടെ പിന്നെ മുറിയാണെന്ന് വിചാരിച്ച് പിന്നെ ആള് മാറിപ്പോയി കഥന് കൂട്ടി പ്രശ്നം ഉണ്ടായി. അപ്പൊ കൊല്ലം തുളസിയെ തടവിയത് ഇയാളാണ്. കൊല്ലം തുളസിയുടെ കഥ അറിയാമല്ലോ. കൊല്ലം തുളസിയാണ് ഇപ്പൊ ഫേമസ് ഏറ്റവും വലിയ പണ്ട് കൊല്ലം തുളസി പറഞ്ഞ ആ കാര്യം തമാശ രൂപേണയാണ് പറഞ്ഞെങ്കിലും ഇന്നത് വലിയ ചർച്ചാ വിഷയമാണ്. പിന്നെ കൊല്ലം തുളസി കിടന്നുറങ്ങിയപ്പോ കൊല്ലം തുളസി ആരോ തടവുന്നു ഇരുട്ടത്ത് ആറാ എന്ന് ചോദിച്ചപ്പോ എനിക്ക് ഓടിക്കളഞ്ഞു. അപ്പൊ ഇയാളാണ് തുളസി എന്ന പേര് കേട്ട് സ്ത്രീയാണെന്ന് തിരിച്ചു വന്നതാണ്. അതൊരു പ്രൊഡ്യൂസറാണെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഒരു പ്രൊഡ്യൂസറാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ കൊല്ലം തുളസി കഥ കുറ്റിയിടാതെ കിടന്നുറങ്ങുന്നത് ഇത്രയും വലിയ കുഴപ്പക്കാരല്ലേ ഇവിടെ ഉള്ളത്. അതെ, അത് പിന്നെ പുരുഷനല്ലേ, അതുകൊണ്ടായിരിക്കും കഥ കുറ്റിയിടാതെ. പോരാത്ത ഈ ഷൂട്ടിംഗ് അല്ലേ, അപ്പൊ ഈ ഷൂട്ടിംഗ് ആയതുകൊണ്ട് ഹോട്ടലൊക്കെ കിടന്നുറങ്ങുമ്പോൾ രാവിലെ എണീക്കേണ്ടിയൊക്കെ വരുമല്ലോ. അപ്പൊ പിന്നെ എണീച്ചില്ലെങ്കിലും ആരെങ്കിലും വന്ന് വിളിച്ചോളും. കഥ കുറ്റിയിട്ട് കഴിഞ്ഞാൽ പിന്നെ തട്ടിക്കഴിഞ്ഞാലും എണീച്ചില്ലെങ്കിലേ അങ്ങനത്തെ ഇഷ്യൂ ഒക്കെ ഉണ്ടാവും. അതുകൊണ്ടായിരിക്കും അങ്ങനെയൊക്കെ കിടന്നുറങ്ങുന്നത്. ഞാനൊരു ദിവസം ഈ കൊച്ചിയിൽ പിന്നെ സെറ്റിൽ കിടന്നാണ്. സെറ്റിൽ അവരെടുത്ത് തന്ന റൂമിലാണ് കിടന്നുറങ്ങിയത്. ഞാൻ ഒരു കഥ പറയാൻ വേണ്ടി പോയി, സ്ക്രിപ്റ്റ് പറയാൻ വേണ്ടി പോയി. ആദ്യത്തെ ഭാഗം പിന്നെ പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു നമുക്ക് രണ്ടാമത്തെ ഭാഗം പിറ്റേ ദിവസം രാവിലെ തന്നെ രണ്ടാമത്തെ ഭാഗം പറയാമെന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു അവിടെ പിന്നെ റൂം എടുത്ത് തരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ റൂം എടുത്ത് ഞാനവിടെ ചെന്ന് രാത്രിയായിട്ട് റൂമിലോട്ട് ചെന്ന് അപ്പോൾ ഇങ്ങനെ നടന്നങ്ങോട്ട് ചെല്ലാതെ ഒന്നും കാണാൻ വയ്യ, ഫുള്ള് പുക, കഞ്ചാവിൻ്റെ പുക വലിച്ചു തള്ളുകയാണ്. വലിച്ചാലേ അവർക്ക് കഥ വരും. അല്ല ഇവിടെ നിന്നൊക്കെ എന്തൊക്കെയാണ് നടക്കുന്നതെന്ന് ഒരു പിടുത്തമില്ലാത്ത. ഒന്നാമത് അതിനകത്ത് ഒരു യെല്ലോ ലൈറ്റാണ്. ആ യെല്ലോ ലൈറ്റിനകത്ത് ഫുള്ള് പുക. അത് നമുക്ക് കഞ്ചാവിൻ്റെ സ്മെല്ലടിക്കുന്നുണ്ടല്ലോ. കഞ്ചാവിൻ്റെ നല്ല സ്മെല്ലടിക്കുന്നു. കഞ്ചാവ് വലിക്കുന്നതിനകത്ത് ഒരു എന്തായാലും അല്ലല്ലോ എന്ന് ആശ്വസിക്കാം. അപ്പോൾ സെറ്റിൽ ഇത് വ്യാപകമാണ് ഇതൊക്കെ. പിന്നെ കൊല്ലം തുളസിയെ ഉപദ്രവിക്കാൻ ശ്രമം. കൊല്ലം തുളസി ഒരു ഇരയാണെന്ന് ഒരു പരിധി കഴിഞ്ഞപ്പോഴാണ് കൊല്ലം തുളസി ആണാണെന്ന് പ്രൊഡ്യൂസർക്ക് മനസ്സിലായെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇന്നലെ എന്നോട് വിളിച്ച് അദ്ദേഹം പറഞ്ഞത് ഇദ്ദേഹം തട്ടാത്ത റൂമുകളൊന്നുമില്ല, ഇദ്ദേഹം ആള് മാറിപ്പോയി തട്ടിയെന്ന്. അതായത് നടിയുടെ മുറിയാണ് എന്ന് കരുതി പുറത്തുനിന്ന് വന്ന് റൂം എടുത്ത ആളുടെ റൂമിൽ പോയി തട്ടി പ്രശ്നം ഉണ്ടായിട്ടുണ്ടായിരുന്നു. പിന്നെ ഇദ്ദേഹം രാത്രിയിൽ മദ്യപിച്ചുകൊണ്ട് ഉണ്ടാക്കുന്ന ലഹരി
ഉപയോഗിച്ചുണ്ടാക്കുന്ന പ്രശ്നങ്ങൾക്ക് കയ്യും കണക്കുമില്ലെന്ന്. കയ്യും കണക്കുമില്ലാത്ത പ്രശ്നങ്ങൾ അദ്ദേഹം ഉണ്ടാക്കുമെന്ന്. പിന്നെ സെറ്റിൽ ഈ പറയുന്ന ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ടുള്ള പുരുഷന്മാരായിട്ടുള്ള ആർട്ടിസ്റ്റുകളോട് അവരേതെങ്കിലും കാരണവശാൽ ചെറിയ തെറ്റുകൾ അവരാദ്യമായിട്ടായിരിക്കുമല്ലോ അഭിനയിക്കുന്നത്, ചിലപ്പോൾ ചെറിയ ഡയലോഗുകൾ ഇദ്ദേഹത്തോടു കൂടി പറയാനായിരിക്കും. അത് തെറ്റുവാണെങ്കിൽ നല്ല തെറി വിളിക്കും, പച്ചത്തെറിയാണ് വിളിക്കുന്നത്, പച്ചത്തെറി വിളിച്ച് പറയുന്നത്. അങ്ങനെ ആരും പെരുമാറുന്നത് എന്നോട് സംസാരിച്ച് അദ്ദേഹം കണ്ടിട്ടില്ലെന്ന്. വലിയ പ്രശ്നക്കാരായിട്ടുള്ള നടന്മാർ അഭിനയിച്ച സെറ്റിലൊക്കെ പോയിട്ടുണ്ട്, പക്ഷെ അവർ പോലും ഇങ്ങനെ തെറി വിളിക്കത്തില്ല, പച്ചയ്ക്ക് തെറി വിളിക്കത്തില്ല. പല ജൂനിയർ ആർട്ടിസ്റ്റായിട്ടുള്ള പുരുഷന്മാരും കരഞ്ഞിട്ടുണ്ടെന്ന്. പുരുഷന്മാരായിട്ടുള്ള ആർട്ടിസ്റ്റുകൾ കരഞ്ഞിട്ടുണ്ട്. പിന്നെ സ്ത്രീകളാണെങ്കിൽ തെറി വിളിക്കില്ലെന്ന്. തെറി വിളിക്കില്ല, വഴക്ക് പറയും, പിന്നെ ആശ്വസിപ്പിക്കാനാണെന്ന് പറഞ്ഞ് രാത്രി വിളിക്കുന്നു. അതൊരു ടെക്നിക്കാണ്. നല്ല രീതിയിൽ തെറി വിളിക്കില്ല, നല്ല രീതിയിൽ വഴക്ക് പറഞ്ഞിട്ട് രാത്രി ആകുമ്പോഴത്തേക്ക് ആശ്വസിപ്പിക്കാനാണെന്ന് പറഞ്ഞ് അവരുടെ റൂമിൽ ചെല്ലുന്നു. ഇതൊക്കെയാണ് അദ്ദേഹത്തിനെതിരെ ഉയർന്നു വന്നിരുന്ന വ്യാപകമായിട്ടുള്ള ആരോപണം. അപ്പോൾ അത്രയും വലിയ കച്ചറ പരിപാടികൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരാളെ ന്യായീകരിക്കാൻ പോയി കഴിഞ്ഞാൽ ന്യായീകരിക്കാൻ പോയ ആളെന്നാറും. അവരുടെ ആൾക്കാർ തന്നെ, ഞാൻ പറഞ്ഞല്ലോ, അവരുടെ ആൾക്കാർ തന്നെ ഇദ്ദേഹത്തെ ന്യായീകരിക്കാൻ തയ്യാറാകുന്നില്ല. അവരെല്ലാവരും മാറി നിൽക്കുകയാണ്. പിന്നെ പാർട്ടി ഇപ്പൊ പറഞ്ഞിട്ടുണ്ടല്ലോ മുകേഷിനോട് എം എൽ എ സ്ഥാനം രാജിവെക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഇതൊക്കെ ചീള് കേസ്, ഇതിലും വലിയ കേസ് നമ്മൾ കൈകാര്യം ചെയ്തിട്ടുണ്ട്. അല്ല, പരസ്യമായി ആരും ഇറങ്ങുന്നില്ല. പണ്ടത്തെ പോലെ ഇപ്പം പിന്നെ കോട്ടമുറിക്കലിനൊക്കെ ന്യായീകരിച്ച പോലെ, PK ശശിയൊക്കെ ന്യായീകരിച്ച പോലെ അന്നൊക്കെ പരസ്യമായി രംഗത്തിറങ്ങി അങ്ങനെ നടന്നിട്ടില്ല. ഓർമ്മയില്ലേ പിന്നെ ബാലനും പിന്നെ ശ്രീമതിയും കൂടെ? അപ്പോൾ അവരൊക്കെ അതെ, തീവ്രതയുമായി ബന്ധപ്പെട്ട പരസ്യമായിട്ട്. പക്ഷെ ആ രീതിയിൽ ഒരു ന്യായീകരണം ഇപ്പം നടക്കില്ല. KN ബാലഗോപാൽ ഇന്ന് സംസാരിച്ചിട്ടുണ്ട്. അദ്ദേഹം പോലും അവിടെ ഇവിടെയും തൊടാതെയാണ് കാര്യങ്ങൾ സംസാരിച്ചത്. അദ്ദേഹത്തെ ന്യായീകരിക്കാൻ ആരും തയ്യാറാകുന്നില്ല. ഇനി വേറെ അദ്ദേഹമുണ്ട്, അദ്ദേഹത്തിന്റെ പേര് ഇതുവരെ വന്നിട്ടില്ല. അതും ആ ജില്ലയിലെ അങ്ങേറ്റവും ഇങ്ങേറ്റമാണല്ലോ ഇവർ രണ്ടുപേരും. അദ്ദേഹത്തിന്റെ പേര് ഇതുവരെ ഉയർന്നു വന്നിട്ടില്ല. അത് എന്തുകൊണ്ടാണ് വരാത്തതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എനിക്ക് തോന്നുന്നു വലിയ പദവിയിൽ ഇരിക്കുന്നത് കൊണ്ട് ഭയപ്പെട്ടിട്ടായിരിക്കും ഒരു പക്ഷേ ഇതുവരെ പേര് വരാത്തത്. അത് ഇതിനേക്കാൾ വലിയ കുഴപ്പക്കാരനാണെന്നാണ് നമ്മൾ പല കഥകളിലൂടെയും മനസ്സിലാക്കിയിട്ടുള്ളത്. അദ്ദേഹം സ്വന്തമായിട്ടൊരു യൂട്യൂബ് ചാനലിന് കാശൊക്കെ കൊടുത്ത് ആരെങ്കിലുമൊക്കെ എവിടെയെങ്കിലുമൊക്കെ നടത്തുന്ന മറ്റേ ഒരു മാല പോലെ മൈക്കും തൂക്കി ചെന്ന് കുറേ സേവനങ്ങൾ നടത്തി അതെടുത്ത് പ്രൊമോഷൻ ചെയ്ത് പിന്നെ ചെയ്യുന്ന പരിപാടികളൊക്കെ കാണിച്ച് അദ്ദേഹം സ്വന്തം നിലയിൽ ഇങ്ങനെ പ്രൊമോഷനൊക്കെ ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ കഥകൾ ഇതുവരെ കാര്യമായി ഇതുവരെ പുറത്തു വരാതെ ഈ എന്റെ വണ്ടി തള്ളാൻ വേറൊരു തെണ്ടിയുടെ ആവശ്യമില്ല, ഞാൻ സ്വന്തമായി തള്ളിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ കഥകൾ ഇതുവരെ വന്നിട്ടില്ല. ഇത് പിന്നെ അദ്ദേഹം കഴിഞ്ഞ ദിവസം അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, എന്നിൽ ഔഷധ ഗുണമില്ലല്ലേ? നല്ല കാര്യമാണ്, നല്ല കാര്യമാണത്. അന്ന് ആ മംഗളം പത്രത്തിൽ വന്ന വാർത്തയാണല്ലോ അദ്ദേഹത്തിനെ കറക്കി അടിച്ചു കളഞ്ഞത്. മംഗളം പത്രത്തിൽ വന്ന പിന്നാലെ കണ്ടില്ലേ തല്ലുകൊണ്ട ചിത്രം ഇദ്ദേഹം തന്നെ പുറത്തുവിട്ട്. ആ ചിത്രം ഇപ്പോഴും ഗൂഗിൾ ഇമേജിൽ കിടപ്പുണ്ട്. അപ്പൊ അദ്ദേഹം പറയുന്നത് അതേ ഇതൊന്നും അല്ലാതെ വേറൊരു ലോകത്ത് ജീവിച്ചുകൊണ്ടിരിക്കുക. വേറൊരു ലോകത്താണ്. എന്നോട് ഇവരാരും പരാതി പറഞ്ഞില്ലെന്ന്. അതാണ് അദ്ദേഹത്തിന്റെ പരാതി. ഈ നടിമാരാരും എന്നോട് വന്ന് പരാതി പറഞ്ഞില്ല. പരാതി പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇടപെടും. അങ്ങനെ ഒരു ശക്തമായ ഇടപെടൽ നടികൾ പരാതി പറയാതെ അവിടെ പോയി പരാതി പറഞ്ഞുള്ള അവസ്ഥ എന്തായിരിക്കും? നീ ഇടപെട്ട ഏത് രീതിയിലായിരിക്കും ഇടപെടുന്നത് നമുക്കറിയാൻ. നിന്റെ ആ ഒരു പെടലുണ്ടല്ലോ, ആ പെടൽ അവിടെ വെച്ച് അവർക്ക് വേണ്ടാന്നുള്ളത് കൊണ്ടാണ് ഇവരാരും പോയി അങ്ങോട്ട് പോയി പരാതി പറയാൻ പോകാൻ. അതുകൊണ്ട് സിനിമയിൽ അവസരം കിട്ടുന്നില്ലെന്ന് പുള്ളിക്ക്. ഇത്തരത്തിലുള്ള നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് കൊണ്ട് സിനിമയിൽ അവസരം കിട്ടുന്നില്ല എന്നുള്ളതാണ് പുള്ളിയുടെ പരാതി. അപ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഈ മുകേഷ് എന്ന് പറയുന്ന ആള്, മുകേഷ് എന്നല്ലല്ലോ, മെഴുകേഷ്, പുതിയ പേരാണ് മെഴുകേഷ്. അത് മെഴുകേഷിനെ കൊണ്ട് പിന്നെ ഇപ്പം വേറൊരാളും വന്ന് പിന്നെ ഇങ്ങോട്ട് വന്നിട്ട് പിന്നെ ഒരു പുതിയൊരു നടി വന്നിട്ട് നേരത്തെ തന്നെ ഞാൻ ഇവർക്ക് പരാതി കൊടുത്തു, അമ്മയിൽ പരാതി പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അത് പോലീസിലോട്ട് പരാതിയായിട്ട് പോകുന്നില്ല. അമ്മയിൽ ഞാൻ പരാതി പറഞ്ഞിരുന്നു. പവർ ഗ്രൂപ്പിന്റെ സ്വാധീനമാണ്. അമ്മയിൽ പരാതി പറയുന്ന സ്ത്രീകളുടെ എല്ലാം പരാതികൾ പൂഴ്ത്തിവെക്കപ്പെടുന്നു. 2 പരാതികൾ ഇവർ പറയുന്നല്ലോ. ഹേമ കമ്മിറ്റിയിൽ റിപ്പോർട്ട് വന്നു. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പരാതികൾ വന്നിട്ടില്ല. 2 പരാതി മുഖ്യമന്ത്രിക്കും അന്നത്തെ സാംസ്കാരിക വകുപ്പ് മന്ത്രിയായിട്ടുള്ള AK ബാലനും പരാതി കിട്ടിയിട്ടുണ്ട്. ഹേമ കമ്മിറ്റിക്കൊപ്പം 2 പരാതികൾ, ആദ്യമേ ഒരു 2 പരാതികൾ വന്നിരുന്നു. ആ പരാതികളെ പിന്നെ കണ്ണികയാക്കി വെച്ചുകൊണ്ട് കൂടെ ചേർത്തുകൊണ്ട് ഈ 2 ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലും ആ പരാതിയുണ്ട്. ഈ 2 പരാതികൾ മുഖ്യമന്ത്രിക്കും പിന്നെ അന്നത്തെ സാംസ്കാരിക വകുപ്പ് മന്ത്രിക്കും കിട്ടിയിട്ടും ഇവർ അനങ്ങാതിരുന്നു. 2 പരാതികൾ. ആ പരാതികൾ ഇതിന്റെ സൂചികയിൽ ചേർത്തിരിക്കുന്നു. ഈ പരാതികൾ അവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പോൾ ഈ അന്വേഷണ സംഘം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഇത് സീസ് ചെയ്യാൻ പറ്റും. SITക്ക് ഇത് സീസ് ചെയ്യാൻ പറ്റും. ഈ പരാതികൾ ഇപ്പോൾ അവിടെ ഹേമ കമ്മിറ്റിയിൽ കൊടുത്തിരിക്കുന്ന അത് USB പോയിട്ടുണ്ട്. USB ഉണ്ട്, വാട്സപ്പ് ചാറ്റ് ഉണ്ട്. ഇത്രയും സാധനങ്ങൾ അവിടെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് പോയിട്ടുണ്ട്. അത് കോടതിയുടെ അനുമതിയോട് കൂടി SITക്ക് സീസ് ചെയ്യാം. സീസ് ചെയ്ത് കഴിഞ്ഞാൽ അത് തെളിവാകും.
തെളിവാവും, കടുക്കും, കേസ് കടുക്കും. ഇപ്പൊ FIR വീണാലും ഇദ്ദേഹത്തിന് വേണമെങ്കിൽ പറയാം MLA സ്ഥാനം, പാർട്ടി പറയും MLA സ്ഥാനം എങ്കിൽ രാജിവെക്കേണ്ടതാണ് അവരുടെ അന്തിമമായിട്ടുള്ള കാര്യം. പക്ഷെ ഇതിലും ഗുരുതരമായിട്ടുള്ള പരാതികൾ വന്നാലോ? ഇപ്പോൾ വന്നിരിക്കുന്നതൊക്കെ ചെറിയ ചെറിയ വലിയ തീവ്രത, ഇവർക്ക് തോന്നാത്ത തീവ്രത, നമുക്ക് തീവ്രതയാണ്, അവർക്കത് തീവ്രതയല്ല. അവർക്കതൊക്കെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ, ചെറിയ ചെറിയ കാര്യങ്ങൾ. ഇപ്പം പിന്നെ പാർട്ടി ഓഫീസിലൊന്നും ഒന്നല്ലല്ലോ, ഹോട്ടൽ മുറിയിലല്ലേ, പിന്നെ സിനിമാ രംഗത്തല്ലേ, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു നിൽക്കാം. പക്ഷേ ഇതിലും വലിയ പരാതികൾ വന്നാലോ? ഇതിലും വലിയ പരാതികൾ വരാൻ സാധ്യതയുണ്ട് ഇദ്ദേഹത്തിനെതിരെ. അപ്പോൾ അത്രയും പ്രശ്നങ്ങളിൽ പെടുമ്പോൾ അങ്ങനെ നാറി നിൽക്കുന്ന ഒരാളെ പോയി ചുമന്ന് ഈ സുരേഷ് ഗോപിയെ പോലെ ഉള്ള നാടിന് ഗുണം ചെയ്തിട്ടുള്ള ഒരു മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ പേര് കളയാൻ പാടില്ല. അതിന് എന്ത് സ്നേഹത്തിൻ്റെ പുറത്തായിരിക്കും, എന്ത് സ്നേഹത്തിൻ്റെ പുറത്തല്ല. ഇവർ രണ്ടുപേരും കൊല്ലക്കാരാണ്, രണ്ടുപേരും ഒരുപാട് സിനിമയിൽ ചേർന്ന് അഭിനയിച്ചിട്ട് അവരുടെ നല്ല കോംബോ ആയിരുന്നു പല സിനിമകളിലും ഉണ്ടായിരുന്നത്. അത് കലാരംഗത്ത് അദ്ദേഹം എങ്ങനെ ഈ പറയുന്ന പോലെ മുകേഷിനെ നമ്മൾ അംഗീകരിക്കുന്നുണ്ട്. അദ്ദേഹത്തിന് ഉടായ്പ പറഞ്ഞാലും എല്ലാ സിനിമയിലും ഉടായ്പ കണ്ടിട്ടുണ്ടോ? എല്ലാ സിനിമയിലും ഉടായ്പ ക്യാരക്ടർ മുകേഷ്. ഉടായ്പ അത് ഒറിജിനൽ അദ്ദേഹം ജീവിക്കായിരുന്നു, ജീവിക്കുകയാണ് അദ്ദേഹം. ബോയിങ് കണ്ടില്ലേ, എവിടെ കണ്ടിടത്ത് ഒരു പടം എടുത്തുകൊണ്ട് വന്ന് ഒരു സ്റ്റുഡിയോയിൽ പോയി മേടിച്ചിട്ട് അത് കൊണ്ടുവന്ന് വെച്ച് അവാർഡ് മേടിച്ച് പോയി വരുമ്പോൾ കൂട്ടുകാരൻ വൻ സെറ്റപ്പ്. എന്നാ പിന്നെ കൂട്ടുകാരൻ്റെ രണ്ടെണ്ണത്തിന് അഴിച്ചെടുക്കാനുള്ള തീവ്രമായിട്ടുള്ള ശ്രമം, അതിൽ ആത്മാർത്ഥത കാണിക്കുന്നു. കൂട്ടുകാരൻ കാണിക്കുന്ന ഉടായ്പ പെടാതിരിക്കാൻ വേണ്ടി ആത്മാർത്ഥത കാണിച്ചിട്ട് അടി മേടിച്ചിട്ട് ഇറങ്ങി പോകാൻ നേരത്താണ് പിന്നെ കൂട്ടുകാരൻ അത് തിരിച്ചറിയുകയും പോകാതിരിക്കുകയൊക്കെ ചെയ്യുന്ന രംഗങ്ങൾ ബോയിങ്ങിലൊക്കെ ജീവിച്ച് കാണിക്കുമായിരുന്നെന്ന് തോന്നുന്നു. മറ്റേ ഇതൊക്കെ പറയുന്നല്ലോ, എന്താ എട്ട് വീട്ടിൽ രാഘവൻ പിള്ള പണിക്കാരികളായ 8 സ്ത്രീകളെ പീഡിപ്പിച്ചു, കെട്ടിയിട്ട് പീഡിപ്പിച്ച് കൊന്നു.